കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം. ഇതാ യൽത്താരയിൽ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന നിമിഷമാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും മനുഷ്യൻ ചോദിക്കുന്നുണ്ടാകാം, നിന്റെ ദൈവം എവിടെയെന്ന്. 42-ാം സങ്കീർത്തനം 16-10 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തനം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. ഇതിന് കാരണം ഉണ്ടാകാം, ഒരുപക്ഷെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം, നമ്മൾ ഒത്തിരി ദൈവത്തെ വിളിക്കുന്നവരാകാം, ഒത്തിരി ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചവരാകാം. ഇതെല്ലാം കണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പലരും മാറി നിന്ന് ഒരുപക്ഷെ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ദൈവം എവിടെ? ശത്രുക്കൾ പോലും എന്നോട് ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന്. പറയാണ്, മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു എന്നാ പറയുന്നത്. വല്ലാത്തൊരു മുറിവായിട്ട് ഈ നിന്ദനം എൻ്റെ ജീവിതത്തിൽ കിടക്കുക എന്ന് പറയുന്നത്. മോളെ നീ നെടുവീർപ്പിന്റെ, സങ്കടത്തിന്റെ, നിരാശയുടെ, ആകുലതയുടെ ഒക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നിന്റെ ഹൃദയം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാകാം. ജീവിതത്തിന്റെ പല വിഷയങ്ങളെ ഓർത്ത്, ഭാവിയുടെ പല വിഷയങ്ങളെ ഓർത്ത്, ഇന്നലകളിൽ കടന്നുപോയ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളെ ഓർത്ത്, ഇന്നും നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിരസ്കരണ അനുഭവങ്ങളെ ഓർത്തൊക്കെ അല്ലാതെ മനസ്സ് മുറിയുന്നുണ്ടാകാം, വേദനിക്കുന്നുണ്ടാകാം, ഭാരപ്പെടുന്നുണ്ടാകാം. കർത്താവിന്റെ വചനം പറയുന്നു, 42-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എന്നിട്ട് എൻ്റെ സഹായവും എൻ്റെ ദൈവവുമായ അവിടുത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുക. ദൈവത്തിലായിരിക്കട്ടെ നിന്റെ പ്രത്യാശ. കർത്താവേ, ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പുറന്തള്ളിയതെന്ന് എൻ്റെ ശത്രു എന്നോട് ചോദിക്കാൻ ദൈവമേ നീ ഇടവരുത്തരുത്. കാരണം ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണ്. എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ചലിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതെല്ലാം ദൈവമേ അങ്ങേക്ക് വേണ്ടിയാണ്. അങ്ങനെ പുറന്തള്ളിയത് എന്തുകൊണ്ട് എന്ന് എൻ്റെ ശത്രു ചോദിക്കാൻ ഇടവരുത്തരുതേ. കർത്താവിൽ നിന്റെ പ്രത്യാശ അർപ്പിച്ചേ. നിന്റെ പ്രതീക്ഷ, നിന്റെ പ്രത്യാശ എല്ലാം കർത്താവിൽ അർപ്പിക്കുക. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടി. നിന്റെ ജീവിതം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ആകുലതകൾ, നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക. അപ്പോൾ അത് ഫലമണിയുമെന്നാണ് വചനം പറയുന്നത്. ആ നിരാശപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന അനുഭവങ്ങൾ, സ്വപ്നങ്ങൾ താറുമാറാകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, വല്ലാതെ കടന്ന് ഞെരുങ്ങുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് സത്യദൈവത്തിൽ ജീവിക്കുന്ന കർത്താവിൽ നീ പൂർണ്ണമായും ആശ്രയത്വം എടുത്തിട്ട് ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.